ഹലോ എവ്രി വൺ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ 10K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എന്റെ സന്തോഷം നമ്മുടെ ഫാമിലിയോടൊപ്പം പങ്കുവെക്കാൻ വേണ്ടി ഇവിടെയുള്ള കുറച്ച് കൂട്ടുകാർക്ക് നമുക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാം. അപ്പൊ അത് നമുക്ക് നേരെ ആ വീഡിയോ ആയിട്ട് പോവാം. അപ്പൊ ഞാനിത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചെന്ന് വെച്ചാല് ഇന്നലെ ഞാൻ 10K അടിച്ചപ്പോ എന്തെങ്കിലും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് എടപ്പള്ളിയിൽ നമ്മുടെ ലുലു മാളിൽ വന്നതാണ്. പക്ഷെ ഇവിടെ ഭയങ്കര ഓഫറാണ്, 50% ഓഫർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. ഇവിടെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, ഇങ്ങനെ നമ്മുടെ നമുക്ക് പറ്റാത്ത നമുക്ക് സാധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, പക്ഷെ അവർക്ക് അതൊന്നും സാധിക്കാൻ പറ്റില്ല. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ച് എനിക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു ഇൻകം അവർക്കും കൊടുക്കണമല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഇവരെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയോണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ചെയ്യാം, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാൻ നോക്കാട്ടോ. അപ്പൊ നമ്മൾ ഇന്നിപ്പോ വന്നിക്കണത് ഗ്രാൻഡ് മാളിലാണ്. അപ്പൊ നമ്മ ഇപ്പൊ അങ്ങോട്ട് പുറത്തു പോയിട്ട് അവിടെയുള്ള കൂട്ടുകാർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഞാൻ മാത്രമല്ല, എൻ്റെ ഹോൾ ഫാമിലി ഉണ്ട്. അപ്പൊ പോവാം. ഗൈസ്, അപ്പൊ ഞാൻ ഗ്രാൻഡ് മാളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ അച്ഛനെ കുറച്ച് ഇൻകം മേടിച്ചിട്ടുണ്ട്, എൻ്റെ കുറച്ചുള്ളൂ, അതും കൂട്ടിയാണ് മേടിക്കാൻ പോണത്. അപ്പൊ നമുക്കിനി കാറിൽ എത്തിയിട്ട് കാണാം. അപ്പൊ ഞാൻ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുടിൽ പോലത്തെ ഒരു വീട് കണ്ട്. അപ്പൊ അവിടെ 2 കൂട്ടുകാരുണ്ട്. അപ്പൊ അവര് 2 ചെറിയ പിള്ളേരാണ്. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ അവർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാന്ന്. അപ്പൊ ഞാനിപ്പോ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരെ പരിചയപ്പെടുത്തി തരാട്ടോ. അപ്പൊ ഞാൻ ഡിക്കിയിൽ കുറച്ച് ഉടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിത് അവർക്ക് കൊടുക്കാന്ന് വിചാരിച്ചത്. ഒരു ചുറ്റു ഉടുപ്പുള്ളൂ, ഇത് കൊടുക്കാട്ടോ. പേരെന്താ? പേരെന്താ? മനീഷ. പേരെന്താ? സാംസ്. പേര്? വാഴയുടെ പേരെന്താ? ഇപ്പൊ ഈ ഹോട്ടലിലേക്കാണ് കേറാൻ പോണത്. അപ്പൊ അവര് ഭയങ്കര സ്പീഡിലാണ് പോണത്, എനിക്ക് അത്ര സ്പീഡില്ല. എന്നാലും ഞാൻ അവിടെ പിടിച്ച് പോകണ്ട കേട്ടോ. അവര് സൈഡിലാണ് നോക്കുന്നത്. എല്ലാരും സാംസങ് ന്യൂ ജനറേഷൻ പേരാണോ? പറഞ്ഞോ, എല്ലാവർക്കും ഒരു ഹായ് പറയും. ഹായ്. അപ്പൊ ഇത് ഫോറം മാളിന്റെ സൈഡിലായിട്ട് വന്ന ഹോട്ടലാണ്. അപ്പൊ അവരെന്റെ ബാക്കിലുണ്ട്. ഞാൻ മുമ്പിൽ നടക്കണ്ട, ചില പിള്ളേരായതുകൊണ്ട് നമുക്ക് ക്രോസ് ഒക്കെ ചെയ്യുമ്പോ നോക്കി ക്രോസ് ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെ ആയിട്ടാണ്. അപ്പൊ എത്തി കേട്ടോ. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം ഹോട്ടല്. അവര് കേറിയിട്ടുണ്ട്.
സോ ഗൈസ്, അപ്പൊ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് എന്താ വേണ്ടേ നമുക്ക് ചോദിക്കാം. എന്താ വേണ്ടേ? കുരുമന്തി മതിയാ? മതിയാ? അപ്പൊ അവരോട് നമുക്ക് ചോദിക്കാം കുരുമന്തി എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടാവുന്ന. കുരുമന്തി കഴിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അത് കുഴിമന്തി കഴിച്ചിട്ടുണ്ടോ? നെയ്മ് ഒന്നുകൂടി പറയോ? പേര്? മനീഷ. മനീഷ. ചന്തു. സാംസൺ. വാവയുടെ പേരെന്താ? വാവയുടെ പേര്? പഠിക്കാൻ പോകണ്ടാ? സ്റ്റഡി ഏത് സ്കൂൾ? തേർഡ് ക്ലാസ്. രണ്ടാം ക്ലാസ്. നീ എത്ര ക്ലാസ്സിലാ? മൂന്ന്. പഠിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. പഠിച്ചിട്ട് ആവാൻ ആഗ്രഹം എന്താണ്? ഡോക്ടർ, പോലീസ്, ആർമി നേവി ആവണമെന്നാണ് തോന്നുന്നത്. സോ ഗൈസ്, ഇതിന്റെ സെക്കൻഡ് വ്ലോഗ് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ കുറച്ച് നാണമൊക്കെ ഉണ്ട്. അപ്പൊ ഇനിയുള്ള വീഡിയോസിൽ അടിപൊളിയായിട്ട് സംസാരിക്കാൻ നോക്കാം. ഇപ്പൊ ചെറുതായിട്ടൊരു നാണം ഉള്ളതുകൊണ്ടാണ്, ഷൈ ആണ് കുറച്ച്. എല്ലാം സെറ്റ് ആവും. ഓക്കെ. സോ ഗൈസ്, അപ്പൊ പ്ലേറ്റ് വന്നിട്ടുണ്ട്. അവര് തമ്മിൽ എനിക്ക് അത്ര അറിയില്ല, അതുകൊണ്ടാണ് അവരോട് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. അവർക്ക് കുറച്ച് ചെറുതായിട്ടേ മലയാളം അറിയുള്ളൂ. അങ്ങനെയാണ്. ഒരു പാട്ട് പാടത്തേന്ന് ചോദിക്കാം കേട്ടോ. അവർക്ക് മലയാളം അറിയില്ല, ചോദിച്ചു നോക്കാം. ഞാൻ എന്നാ പാട്ട് പാടട്ടെ? പാടട്ടെ? ഏത് പാട്ട് പാടണോന്ന് ആലോചിക്കട്ടെ കേട്ടോ. മലയാളം എനിക്ക് അറിയില്ല. എനിക്ക് മലയാളം അറിയുള്ളൂ. ആകെ ഏതെങ്കിലും ഒരു പാട്ട് പാടാം. സോ ഗൈസ്, അപ്പൊ ഞാൻ അച്ഛന്റെ പാട്ടാണ് പാടാൻ പോണത്. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം. അപ്പൊ അവർക്ക് വേണ്ടി പാടാൻ വേണ്ടി, അവരുടെ ഫാദറിനെ ഓർക്കാനൊക്കെ വേണ്ടി ഞാൻ പാടാൻ വേണ്ടി പോവാണ്. പാടട്ടെ? മിനുങ്ങും മിന്നുങ്ങി മിന്നി തീടുന്ന താരി വരുമോ ചാരി നിന്നച്ഛൻ. മിനുങ്ങും മിന്നുങ്ങി മിന്നി തീടുന്ന താരി വരുമോ ചാരി നിന്നച്ഛൻ. പുതുകനവാൽ മഷീരുതി മിഴികളിൽ ആദ്യം ചിറകുകളിൽ കിലുകിലുങ്ങും തരിവളയേതി കുഞ്ഞി ചുണ്ടിൽ പൊന്നും തേനും തന്നോ മമ്മൂട്ടി. പിച്ച വിക്കാൻ കൂടി വന്നു കൈനീട്ടി. ഇഷ്ടായോ? സോ ഗൈസ്, അപ്പൊ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഇതെന്റെ ചേച്ചിയാണ്.
സോ ഗൈസ്, അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ, എന്റെ ഇൻകത്തിന് പറ്റുന്ന പോലെയാണ് ഞാൻ ചെയ്തേക്കണത്. ഇനിയും ഇതുപോലെ നമുക്ക് കുറെ സുഹൃത്തുക്കളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന പോലെ എല്ലാവരും ഒന്ന് സഹായിക്കാൻ നോക്കാം. എനിക്ക് 10K സബ്സ്ക്രൈബർ ആയപ്പോ എനിക്ക് എന്റെ ഒരു സന്തോഷം, അത് എനിക്കൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. അപ്പൊ എന്റെ സന്തോഷം ഇവരുടെ പങ്കുവെക്കാമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അവർക്ക് ഫുഡ് മേടിച്ചു കൊടുത്തത്. അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾ മേടിച്ചു കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ. സോ ഗൈസ്, അപ്പൊ ഇതൊരു പ്രൊമോഷന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു കണ്ടന്റിന് വേണ്ടിയോ ഒന്നും ചെയ്യണമല്ല. എന്തോ ഒരു ഹാപ്പിനെസ്, അപ്പൊ എന്റെ ഫാമിലിക്കും എനിക്കും ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആണ് നമ്മുടെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ 10K സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ ആ സന്തോഷം എനിക്കതില് നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും നമ്മുടെ ഇങ്ങനത്തെ കുറെ പിള്ളേർക്ക് നമുക്ക് പറ്റുന്ന പോലെ സഹായിക്കാനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. ഫ്രണ്ട്സ്, അപ്പൊ കുറച്ച് നമുക്ക് ബാക്കിയുള്ള പിള്ളേർക്കും കൂടി പാർസൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും കൂടി കൊടുക്കാം. ഓക്കെ, ഹാപ്പി. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആയിരുന്നു. അവർക്കും സന്തോഷമായി, എനിക്കൊരു നല്ലൊരു ഹാപ്പിനെസ് കിട്ടി. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലോ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കല്ലോ. നമുക്ക് നോട്ടിഫിക്കേഷൻ വേണ്ടതല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.